പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കരുത്തും ശക്തിയും നൽകുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിൻ്റെ ചൈതന്യം നമ്മിൽ അഭിഷേകമായി പെയ്തിറങ്ങുമ്പോൾ നവ്യമായ സൃഷ്ടിയായി നാം ഓരോരുത്തരും പരിണമിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ വലിയ കൂട്ടായ്മയും ഐക്യവും ശക്തിയും ചൈതന്യവുമൊക്കെ ആ സമൂഹത്തിലും വന്നു ഭവിക്കുന്നു. അങ്ങനെ വ്യക്തിപരമായി നവസൃഷ്ടിയാകുമ്പോൾ ഒരു സമൂഹം എന്ന നിലയിൽ കുടുംബങ്ങളിലും ഇടവകളിലും സഭാസമൂഹങ്ങളിലുമൊക്കെ വലിയ ഐക്യത്തിൻ്റെ അനുഭവം സംഭവിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൻ്റെ പ്രാരംഭത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മേൽ വ്യാപിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ചൈതന്യം വന്ന് ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് രൂപവും ഭാവിയും ഒക്കെ കടന്നു വരിക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്നും ഇപ്രകാരമായിരിക്കണം: ആത്മാവേ, ചൈതന്യമേ, അങ്ങേ അഭിഷേകം കൊണ്ട് വ്യക്തിപരമായി ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും ഒരു സമൂഹമെന്ന നിലയിൽ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് നിറയണമേ. അങ്ങയുടെ അഭിഷേകമാരി ഞങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ നവസൃഷ്ടികളായി രൂപപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സമൂഹത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുമ്പോൾ ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ പുതിയ അനുഭവം ഞങ്ങൾക്ക് സംലബ്ധമാകുന്നു. സങ്കീർത്തകൻ ഇപ്രകാരം പാടുന്നു. 104-ാം സങ്കീർത്തനം 24, 30, 31 വാക്യങ്ങളിൽ: കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്! ജ്ഞാനത്താൽ അങ്ങ് അവയെ സൃഷ്ടിച്ചു. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സൃഷ്ടിക്കപ്പെടുക, രൂപപരിണാമങ്ങളിലൂടെ ഇന്നുള്ള ഈ മഹത്വത്തിലേക്ക് ആയിരിക്കുക, ആ സൃഷ്ടാവിൻ്റെ ചൈതന്യം, ആത്മാവിൻ്റെ പ്രതിപ്രവർത്തനം അത് വന്ന് നിറയുമ്പോഴാണ്. അങ്ങനെയാണ് ശൂന്യവും രൂപരഹിതവുമായ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും ആകാശവിതാനത്തിൽ പറക്കുന്ന പക്ഷികളും ഭൂമിയിലെ ജന്തുജാലങ്ങളും സമുദ്രത്തിൽ ചരിക്കുന്ന മത്സ്യങ്ങളുമൊക്കെ രൂപപ്പെടുക. അതേപോലെ തന്നെ പ്രഥമ മനുഷ്യൻ്റെ സൃഷ്ടിയുമായി നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഈ പ്രപഞ്ച സൃഷ്ടിയുടെ എല്ലാത്തിൻ്റെയും മകുടമായ, അപ്രകാരമാണ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ജനതകളുടെ പ്രകാശം എന്ന ആ പ്രബോധന രേഖ മനുഷ്യനെ പറ്റി പറയുക, സൃഷ്ടിയുടെ മകുടം. അങ്ങനെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് പോലെ പൂഴി കൊണ്ട്
അതായത് ഹീബ്രുവിൽ അദമ, ആ പൂഴി കൊണ്ട് ആദാമിനെ, പ്രഥമ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആ പൂഴിയിലേക്ക്, ആ പൂഴി കൊണ്ട് മെനഞ്ഞെടുത്ത ആ മനുഷ്യരൂപത്തിലേക്ക് ജീവശ്വാസം ഊതിവിടുമ്പോഴാണ് അവന് ജീവനുണ്ടാകുക. അങ്ങനെ ഈ ജീവൻ കടന്നു വരണമെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ജീവൻ പ്രകടമാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം പ്രവർത്തിക്കണം. അങ്ങനെ ആ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവൻ നമുക്കുണ്ടാകുക, ആ ജീവൻ്റെ സമൃദ്ധി അനുഭവവേദ്യമാകുക, ജീവനിൽ നിന്നും ഫലങ്ങളും അനുഗ്രഹങ്ങളും സമൂഹത്തിനും കുടുംബത്തിനും ലഭ്യമാകുക. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വായിച്ച ഒരു പുസ്തകം ബെന്നി ഹിന്നിൻ്റെ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിച്ചതിൻ്റെ അതിസുന്ദരമായ വിവരണമാണ് ഈ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ബെന്നി ഹിൻ്റെ പുസ്തകത്തിൽ നാം കാണുക. അദ്ദേഹം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: It was 3 days before Christmas 1973. The sun was still rising on that cold, misty Toronto morning. 1973 ക്രിസ്തുമസിന് 3 ദിവസം മുൻപ് ടൊറൻറ്റോയിലെ ആ മഞ്ഞു നിറഞ്ഞ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നേ ഉണ്ടായുള്ളൂ. സഡൻലി ഹി വാസ് ദേർ. പെട്ടെന്ന് അവിടുന്ന് എൻ്റെ മുൻപിൽ പ്രത്യക്ഷനായി. ദ ഹോളി സ്പിരിറ്റ് എൻറ്റേർഡ് മൈ റൂം. പരിശുദ്ധാത്മാവ് എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. ഹി വാസ് ആസ് റിയൽ ടു മീ ദാറ്റ് മോർണിംഗ് ആസ് ദ ബുക്ക് യു ആർ ഹോൾഡിംഗ് ഇൻ യുവർ ഹാൻഡ് ഈസ് ഫോർ യു. ഈ കൈകളിൽ പിടിച്ചിരിക്കുന്ന പുസ്തകം യാഥാർത്ഥ്യമാണെന്ന് അനുഭവവേദ്യമാകുന്നത് പോലെ തന്നെ അന്ന് ആ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് യാഥാർത്ഥ്യമായി അനുഭവപ്പെട്ടു എന്ന് ബെന്നി ഹിൻ തൻ്റെ ഈ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന പുസ്തകത്തിൽ എഴുതുന്നു. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ആർ യു റെഡി ടു മീറ്റ് ദ ഹോളി സ്പിരിറ്റ് ഇൻറ്റിമേറ്റ്ലി ആൻഡ് പേഴ്സണലി? വ്യക്തിപരമായും ആന്തരികമായും ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവോ? ഡു യു വാണ്ട് ടു ഹിയർ ഹിസ് വോയിസ്? അവിടുത്തെ ആ മൃദുല സ്വരം ശ്രവിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആർ യു പ്രിപ്പയർഡ് ടു നോ ഹിം ആസ് എ പേഴ്സൺ? ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ബെന്നി ഹിൻ ചോദിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് എന്ന് ഈ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ സുപ്രഭാതം എന്ന ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ആത്മാവിൽ പൂരിതരാകുവിൻ. ഇങ്ങനെ ആത്മാവിൻ്റെ പൗലോസ് അപ്പോസ്തലൻ്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുക, ആത്മാവിൽ പൂരിതരാകുക. അങ്ങനെ പൂരിതരാകുമ്പോൾ തീർച്ചയായും സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മഗീതങ്ങളാലും നിങ്ങൾ പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. നമ്മുടെ സംഭാഷണത്തിന് മാറ്റം വരുന്നു, മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾക്ക് മാറ്റം വരുന്നു. അത് സങ്കീർത്തനം പോലെ ആയി മാറുന്നു. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. പിന്നെ നമ്മുടെ ജീവിതം തന്നെ ഇപ്രകാരം ഗാനാലാപനങ്ങളാൽ ഒരു സംഗീതത്തിൻ്റെ മാധുര്യത്തോടു കൂടിയുള്ള സുന്ദര ജീവിതമായി പരിവർത്തനം ചെയ്യും. ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട്
കൃതജ്ഞതയെ അർപ്പിക്കുവിൻ. അങ്ങനെ കൃതജ്ഞതയുടെ ഒരു നവ്യജീവിതമായി നമ്മുടെയും ജീവിതം പരിണമിക്കും. ആ ആത്മാവിൽ നാം നിറയുമ്പോൾ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. അങ്ങനെ മറ്റുള്ളവർക്ക് വിധേയരായിപ്പെടുന്ന ഒരു പുതിയ ജീവിതത്തിൻ്റെ വക്താക്കളായി നാം ഓരോരുത്തരും തീരും, നാം ആത്മാവിൽ നിറയുമ്പോൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി യുകാറ്റിൽ വളരെ വ്യക്തമായ രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പറയുക, നമ്മുടെ ആത്മാവിൻ്റെ പ്രശാന്തമായ അതിഥി എന്ന് പരിശുദ്ധാത്മാവിനെ വിശുദ്ധ അഗസ്തീനോസ് വിളിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ പ്രശാന്തമായ അതിഥി. അവിടുത്തെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആരും നിശബ്ദത പാലിക്കണം. അങ്ങനെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ആത്മാവിനെ നമുക്ക് ആഴത്തിൽ അനുഭവവേദ്യമാകുക. പലപ്പോഴും ഈ ദിവ്യാതിഥി നമ്മിലും നമ്മോടും വളരെ മൃദുലമായി സംസാരിക്കുന്നു. ഉദാഹരണത്തിന് മനസ്സാക്ഷിയിൽ അല്ലെങ്കിൽ ആന്തരികമോ ബാഹ്യമോ ആയ പ്രചോദനത്തിലൂടെ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരിക്കുന്നതിൻ്റെ അർത്ഥം ആത്മാവും ശരീരവും ഈ ദിവ്യാതിഥിക്ക് നമ്മിലുള്ള ദൈവത്തിനു വേണ്ടി നിലകൊള്ളുക എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ലിവിങ് റൂം ആണെന്ന് പറയാം. അങ്ങനെ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ ആ ചൈതന്യത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ, നിശബ്ദരായി പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ, ആ ആത്മാവിൻ്റെ കൃപാവരം അനുഗ്രഹമായി, അഭിഷേകമായി നമ്മിലേക്ക് പെയ്തിറങ്ങും. മാത്രമല്ല, ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു നിറയുകയും ചെയ്യും. സ്നേഹം, സന്തോഷം, ക്ഷമ, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നീ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയുകയും അങ്ങനെ ജീവിതം തന്നെ ഒരു വ്യത്യസ്തമായ അനുഭവമായി മാറുകയും ചെയ്യും. ആത്മാവിൻ്റെ നിറവിൽ നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ എത്രയോ പേരുടെ ജീവിതമാണ് ഇപ്രകാരം ഈ ആത്മാവിൻ്റെ കൃപയാൽ മാറി വ്യത്യസ്തമായി തീർന്നിട്ടുള്ളതായി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനാകുക. അബ്രാഹം തൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ, ഒരു സന്താനമില്ലാതെ ഇങ്ങനെ പ്രതീക്ഷയറ്റ് ജീവിക്കുമ്പോൾ അദ്ദേഹം പറയുക, സന്താനങ്ങളില്ലാത്ത എനിക്കെന്തു പ്രതിഫലനമാണ് ലഭിക്കുക എന്ന് ചോദിക്കുന്ന ആ മനുഷ്യനോട്, അബ്രാഹത്തിനോട് ദൈവം അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്ന് പറയുക, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് അതിൻ്റെ എണ്ണമെടുക്കുവാൻ കഴിയുമോ? നിൻ്റെ സന്താന പരമ്പര അതുപോലെയായിരിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ചൈതന്യം ഈ വൃദ്ധനായ മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ ആ മനുഷ്യനെ ജനതകളുടെ പിതാവാക്കി മാറ്റുന്നു ആ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ. സാറയുടെ ജീവിതം, അവൾ വന്ധ്യയെന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ വാർദ്ധക്യത്തിലും ഈ സാറ എന്ന ഈ വാർദ്ധക്യത്തിലെത്തിയ വന്ധ്യയായ സ്ത്രീയെ ദൈവം ജനതകളുടെ മാതാവാക്കി മാറ്റുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ പ്രകടമായ മാറ്റം, പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള വലിയ പരിവർത്തനം സംഭവിക്കുന്നു. മോശയോട് ദൈവം പറയുക, പ്രത്യേകിച്ച് വാക്ചാതുര്യമില്ലാത്ത ആ മനുഷ്യൻ ഫറവോൻ്റെ മുൻപിൽ ചെന്ന് ഈ ജനതകളുടെ വിമോചകനായി, നേതാവായി ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ പറയുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിരിക്കും ഇത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് മോശയിൽ പ്രവർത്തിക്കുമ്പോൾ ആ മനുഷ്യൻ ജനതകളുടെ, ഇസ്രായേലിൻ്റെ നേതാവായി പരിണമിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം
12-ാം വാക്യത്തിൽ ഈ മോശയുടെ അനുഭവം, ദൈവത്തിൻ്റെ ചൈതന്യം ഈ മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ ആ മനുഷ്യനിൽ വന്ന പ്രകടമായ മാറ്റം നാം അവിടെ ദർശിക്കുന്നു. ദാവീദിൻ്റെ ജീവിതം, ഒരു ഇടയ ചെറുക്കൻ, എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരു പിഞ്ചുബാലൻ, പക്ഷേ ദൈവം അവനിൽ ദർശിക്കുക ഒരു രാജാവിൻ ആകുവാനുള്ള സാധ്യതയാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ രാജാവാക്കുവാൻ ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 12 മുതൽ 12ഉം 13ഉം വാക്യങ്ങൾ കാണുക. ഇതാണ് സാമുവേലിനോട് ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ യഹോവയായ ദൈവം ആവശ്യപ്പെടുന്നു. എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. അങ്ങനെ സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സാധാരണ മനുഷ്യരിൽ പ്രവർത്തിക്കുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവിടുത്തെ ദൗത്യ പൂർത്തീകരണത്തിന് അവൻ ഒരുങ്ങുന്നു, അതിനുള്ള സാധ്യത തെളിയുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, അവിടുത്തെ അഭിഷേകം നമ്മിൽ പെയ്തിറങ്ങുമ്പോൾ, അവിടുന്ന് ആഗ്രഹിക്കുന്ന ആ ദൗത്യ പൂർത്തീകരണത്തിനായി നമ്മെ തന്നെ ഒരുക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം. ഗബ്രിയേൽ ദൂതൻ അവളോട് പറയുക, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്നു പേരിടണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈ ഗബ്രിയേൽ ദൂതൻ്റെ വചനങ്ങൾ നാം വായിച്ചു കേൾക്കുന്നു. അപ്പോൾ മറിയത്തിൻ്റെ പ്രതികരണം, ഇതെങ്ങനെ സംഭവിക്കും? തീർച്ചയായും ഈ ഒരു ചോദ്യം, ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കും, നമ്മുടെയും ജീവിതത്തിൽ അറിയാതെ കടന്നു വരുന്ന ഒരു ചോദ്യമാണിത്. ഇതെങ്ങനെ നടക്കും? പരീക്ഷ എഴുതി, പക്ഷേ അതിൻ്റെ ഫലമറിയുവാൻ കാത്തിരിക്കുമ്പോൾ ജയിക്കുമോ, പാസ്സാകുമോ? IELTS കഴിഞ്ഞു, അതിൻ്റെ പരീക്ഷ, അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ, വർഷങ്ങളോളം ഞാൻ ത്യാഗത്തോടുകൂടെ ബുദ്ധിമുട്ടി, ജയിക്കുമോ? ഇതെങ്ങനെ സംഭവിക്കും? ഒരു ജോലി അന്വേഷിച്ച് പല ടെസ്റ്റും പല ഇൻ്റർവ്യൂവും എഴുതി, പക്ഷേ ലഭിക്കുമോ? ഇതെങ്ങനെ സംഭവിക്കും? അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ നടക്കും? കുടുംബത്തിലെ മറ്റു പ്രാരാബ്ധങ്ങളുടെ മുൻപിൽ ഒരു ഭവനം പണിത് പൂർത്തീകരിക്കണം, അതിനുള്ള സാമ്പത്തിക സാധ്യതകൾ കാണുന്നില്ല, ഇതെങ്ങനെ നടക്കും? അല്ലെങ്കിൽ മറ്റ് കുടുംബത്തിലെ പ്രതിസന്ധികളുടെയും കടക്കണിയുടെയും ഉള്ളിൽ നിന്ന് എങ്ങനെ ഞങ്ങളൊന്ന് കയറും? ഇതെങ്ങനെ സംഭവിക്കും? നാം അറിയാതെ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ഗബ്രിയേൽ ദൂതനോട് പരിശുദ്ധ കന്യകാമറിയം ചോദിച്ചതും. അങ്ങനെ പ്രതിസന്ധികളുടെ നടുവിൽ നാം ചോദിക്കുന്ന ആ ചോദ്യത്തിന്, അതേപോലുള്ള ചോദ്യത്തിന് മറുപടി മറിയത്തിന് ലഭിച്ചത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ഈ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗത ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, അവിടുത്തെ പ്രവർത്തനം നമ്മിലുണ്ടാകുമ്പോൾ, അവിടുത്തെ അഭിഷേകത്തിൻ്റെ ആ വരദാനങ്ങൾ നമ്മിലേക്ക് പെയ്തിറങ്ങുമ്പോൾ, ജീവിതത്തിന് പുതിയ ഒരു ദിശയായി, പുതിയ ഒരു മാർഗവും അതിനുള്ള സാധ്യതകളും നമുക്ക് തെളിഞ്ഞു കിട്ടുന്നു. പത്രോസിൻ്റെ ജീവിതം എടുക്കാം. മുന്നറിയിപ്പ് നൽകിയിട്ടും 3 വട്ടം കർത്താവിനെ ഉപേക്ഷിച്ച മനുഷ്യനാണ് പത്രോസ്. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കാണുക, ആ മുടന്തനായ മനുഷ്യനോട്, സ്വർണമോ വെള്ളിയോ എൻ വശമില്ല, പക്ഷേ കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. ആ മനുഷ്യൻ ചാടി എഴുന്നേൽക്കുന്നു. ഒരു സാധാരണ മീൻപിടുത്തക്കാരൻ
3 പ്രാവശ്യം കർത്താവിനെ ഉപേക്ഷിച്ച ശിഷ്യൻ ഇതാ കൃപകളുടെ ഉടമയായി മാറുന്നു. ആത്മാവിൻ്റെ അഭിഷേകം ഈ മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ പ്രഘോഷകനായി മാറുന്നു. പൗലോസിൻ്റെ ജീവിതം എടുക്കാം. ക്രിസ്ത്യാനികളെ എതിർത്തിരുന്ന മനുഷ്യൻ, ക്രിസ്തുവിനെ വെറുത്തിരുന്ന മനുഷ്യൻ ഇതാ ആത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷകനായി മാറുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ കൃപകളുടെ സാധ്യതകൾ കടന്നു വരുവാൻ അഭിഷേകമഴ നമ്മിലേക്ക് പെയ്തിറങ്ങി നമ്മുടെ ഹൃദയങ്ങൾ കൂടുതൽ കുളിർക്കോരുവാൻ, അങ്ങനെ നമ്മുടെ സംഭാഷണം, സമീപനം, ജീവിതം തന്നെ ഒരു കൃതജ്ഞതയായി മാറുവാൻ, എല്ലാറ്റിലുപരിയായി മറ്റുള്ളവർക്ക് ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുവാൻ സാധ്യതമാകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ വ്യക്തിഗത ജീവിതങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ കൃപാവരത്തിലേക്ക് കടന്നു വരണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ അതിൻ്റെ 2-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ അതിശ്രദ്ധേയമായ ഒരു വിവരണമുണ്ട്. അങ്ങനെ ഏലിയായും എലീഷയും ഒരുമിച്ച് നദിയുടെ മറുകരയിൽ എത്തിയപ്പോൾ, അല്ലെങ്കിൽ ആ ഉണങ്ങി വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ, ഏലിയ എലീഷയോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീഷ മറുപടി പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അളവിൻ്റെ ഇരട്ടിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അതാണ് ഈ മനുഷ്യൻ്റെ ആഗ്രഹം. അവൻ പറഞ്ഞത് ദുഷ്കരമായ കാര്യമാണെന്ന് മനസ്സിലാക്കി. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും എന്ന് പ്രവാചകൻ ഉറപ്പ് നൽകുന്നു. അങ്ങനെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നമ്മുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണം. നമ്മുടെയും ജീവിതം കൃപകളാൽ നിറയണം. അഭിഷേകത്താൽ എന്നും ജീവിതം സമ്പന്നമായി തീരണം. അതായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന. നടപടി പുസ്തകത്തിൽ പറയുക, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളും. അതിനെതിരെ ശക്തി നമ്മിൽ നിറഞ്ഞു നിൽക്കണം. അതോടൊപ്പം തന്നെ അപ്രകാരം ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പരസ്പരമുള്ള ഐക്യം, പരസ്പരം മനസ്സിലാക്കുവാനുള്ള സാധ്യത കൂടുതലായി വരുന്നു. നടപടി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ ശിഷ്യന്മാർ യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്നതായി വിവരിക്കുന്നു. ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കുവാൻ, അങ്ങനെ പരസ്പരം ഐക്യത്തോടെ ഒരേ മനസ്സോടുകൂടെ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ആദിമ ക്രൈസ്തവ സഭയുടെ അനുഭവം അതായിരുന്നു. ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ നടപടി പുസ്തകം 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ അവർ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു എന്നെഴുതുന്നു. അതിലൂടെ ഐക്യത്തിൻ്റെ ഒരു സമൂഹമായി, പരസ്പര ധാരണയുള്ള ഒരു കൂട്ടായ്മയായി അവർ ഉയരുന്നു. നമുക്കും പ്രാർത്ഥിക്കാം, ആത്മാവെ അങ്ങ് കടന്നു വന്ന് ഞങ്ങളുടെയും ജീവിതത്തിലേക്ക് അഭിഷേകമായി ഇറങ്ങി വരണമേ. പരസ്പര ധാരണയിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ സമൂഹങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ആത്മാവിൻ്റെ വരവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും ആത്മാവിൻ്റെ വരവിനായി തീക്ഷ്ണമായി അഭിലഷിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഒരു അനുഗ്രഹമാരി പോലെ ഞങ്ങളെ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയ്ക്കണമേ. എന്നും ഞങ്ങളെ നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ആ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് കൃപയും കരുത്തും നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ സമ്പന്നമാക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം തന്നെ
ഒരു കൃതജ്ഞതയായി മാറുവാനും ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ശുശ്രൂഷയുടെ ഉപകരണമായി തീരുവാനും വരമേകണമേ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സമൂഹങ്ങളെ അങ്ങയുടെ കൃപയിൽ നിറച്ച് ആ കൂട്ടായ്മ, ഐക്യം ഞങ്ങളിൽ വളർത്തണമേ. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ, ചൈതന്യമേ, അനുഗ്രഹധാരയാൽ അഭിഷേകം ചൊരിയണമേ. ആത്മാവ് നമ്മിൽ വന്ന് ദൈവത്തിൻ്റെ കൃപാവരങ്ങളുടെ സമൃദ്ധി നമ്മിലേക്ക് നയിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.